Hi friends, welcome to my new vlog. സോ നിങ്ങളുടെ ബാങ്കിങ് എക്സ്പീരിയൻസ് സിമ്പിളാക്കാനുള്ള ഒരു വീഡിയോ സീരീസ് ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അതായത് നിങ്ങളൊരു പുതിയ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുന്നയാളാണ്, അല്ലെങ്കിൽ ഒരു സീറോ ബാലൻസ് അക്കൗണ്ട് അന്വേഷിച്ച് നടക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ സീരീസ് തീർച്ചയായിട്ടും ഉപകാരപ്രദമാകും. ഈ ഒരു വീഡിയോ സീരീസിൽ നമ്മൾ ഓരോ ദിവസവും ഓരോ പുതിയ ബാങ്കുകളുടെ സീറോ ബാലൻസ് അക്കൗണ്ടുകളെ കുറിച്ചിട്ടും അവയുടെ ഫീച്ചറുകളെ കുറിച്ചിട്ടും മറ്റുള്ള ആനുകൂല്യങ്ങളെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പരിചയപ്പെടുന്നതായിരിക്കും. അതുകൂടാതെ ഈ അക്കൗണ്ടുകൾ ഓൺലൈൻ വഴി എളുപ്പത്തിൽ എങ്ങനെയാണ് ഓപ്പൺ ചെയ്യാമെന്നുള്ളതും നമ്മളൊരു വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നതായിരിക്കും. സോ നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഏറ്റവും അനുയോജ്യമായ സീറോ ബാലൻസ് അക്കൗണ്ട് തിരഞ്ഞെടുക്കാൻ ഈ ഒരു വീഡിയോ സീരീസ് ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കും. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ സീരീസ് മുഴുവൻ കാണുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു വീഡിയോ സീരീസിൽ നിങ്ങൾ എല്ലാ അക്കൗണ്ടുകളും ഇവാലുവേറ്റ് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യുക. ഇത് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കെല്ലാം തന്നെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സോ ഈ വീഡിയോ സീരീസിൽ ഇതൊരു രണ്ടാമത്തെ വീഡിയോ ആയിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ആദ്യത്തെ വീഡിയോ ഓൾറെഡി നമ്മൾ കഴിഞ്ഞൊരു വർഷം ഫെഡറൽ ബാങ്കിൻ്റെ ഫെഡ് സെൽഫി അക്കൗണ്ട് എങ്ങനെ ഓൺലൈനായിട്ട് ഓപ്പൺ ചെയ്യാം, അതിൻ്റെ ഫീച്ചേഴ്സ് ആനുകൂല്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തായിരുന്നു. അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ മുകളിൽ ഐ ബട്ടണിലും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാവുന്നതാണ്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് AU സ്മോൾ ഫിനാൻസിൻ്റെ ഡിജിറ്റൽ സേവിങ്സ് അക്കൗണ്ടിനെ കുറിച്ചിട്ടാണ്. സോ ഓൺലൈനായിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഒരു സീറോ ബാലൻസ് അക്കൗണ്ടാണ് AU ഡിജിറ്റൽ സേവിങ്സ് അക്കൗണ്ട് എന്ന് പറയുന്നത്. സോ നമുക്കതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് വിശദമായിട്ടൊന്ന് നോക്കാം. സോ ഫീച്ചേഴ്സിൽ ആദ്യമായിട്ട് അവർ പറയുന്നത് ഹൈ ഇൻട്രസ്റ്റ് റേറ്റ്സ് ആണ്. അതായത് നമ്മൾ സേവിങ്സ് ബാലൻസ് അക്കൗണ്ടിൽ വെക്കുന്ന എമൗണ്ടിന് 7% വരെ ഇൻട്രസ്റ്റ് കിട്ടുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഒരു സ്റ്റാർ മാർക്ക് കൊടുത്തിട്ടുണ്ട്. ഡീറ്റെയിൽസ് എന്താണെന്നുള്ളത് നമുക്ക് വഴിയെ നോക്കാം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊരു സീറോ ബാലൻസ് അക്കൗണ്ടാണ്, മിനിമം ബാലൻസ് വെക്കേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ ഫീച്ചർ റിച്ച് ഡെബിറ്റ് കാർഡാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് അവർ തരുന്നത് ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ലഭ്യമാക്കുന്നത് റുപ്പയുടെ പ്ലാറ്റിനം ഡെബിറ്റ് കാർഡാണ്. ഇത് ഇൻഷുറൻസ് കവറേജും അതുപോലെ തന്നെ മറ്റുള്ള റുപ്പയുടെ ഓഫേഴ്സും ഉള്ള ഒരു ഫീച്ചർ റിച്ച് ആയിട്ടുള്ള ഡെബിറ്റ് കാർഡ് എന്നാണ് ബാങ്ക് ഇതിനെക്കുറിച്ച് പറഞ്ഞിരുന്നത്. നമുക്കതും ഡീറ്റെയിൽ ആയിട്ട് നോക്കാവുന്നതാണ്. പിന്നെ 24/7 ആയിട്ടുള്ള ഡിജിറ്റൽ ബാങ്കിങ് ആപ്ലിക്കേഷൻസ് ഉണ്ട്. AU 0101 എന്നുള്ള ആപ്പാണ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എല്ലാ ട്രാൻസാക്ഷനും കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ ചെയ്യാവുന്നതുമാണ്. പിന്നെ അവർ ബെനിഫിറ്റ് ആയിട്ട് പറയുന്നത് ബാങ്കിങ് അറ്റ് യുവർ കൺവീനിയൻസ്, 24/7 ഓൺലൈൻ ട്രാൻസാക്ഷൻസ്, പേപ്പർലെസ് ബാങ്കിങ്, ഇതൊക്കെ എല്ലാ ബാങ്കിലും വരുന്നത് തന്നെയാണ്. ഇതിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. പിന്നെ ഫ്രീ ഓഫ് ചാർജ് ഫണ്ട് ട്രാൻസ്ഫർ, അൺലിമിറ്റഡ് ആയിട്ട് RTS നെഫ്റ്റ് ചെയ്യാം, അതിന് ചാർജസ് ഒന്നും വരുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ അത് ഡിജിറ്റൽ ബാങ്കിങ് ചാനൽസിലാണെന്നുള്ളത് ഓർക്കേണ്ടതാണ്. ഇനി നമുക്ക് ഈ അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്കീമിലേക്കും അതിൻ്റെ ചാർജസുകളിലേക്കൊക്കെ ഒന്ന് പോകാം. സോ നേരത്തെ പറഞ്ഞ പോലെ മിനിമം ബാലൻസ് ക്രൈറ്റീരിയ ഇല്ല, അത് നമ്മൾ വെക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ അക്കൗണ്ടിൽ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ വരുന്ന ചാർജസുകൾ നമ്മൾ കുറേ അക്കൗണ്ടുകൾ പരിചയപ്പെടുത്തിയ സമയത്ത് നമ്മൾ മിനിമം ബാലൻസ് കീപ്പ് ചെയ്യലൊരു ചാർജ് വരും. അത്തരം ചാർജുകളും ഇവിടെ ബാധകമല്ല എന്നുള്ളത് കൃത്യമായിട്ട് അവരുടെ ബ്രോഷറിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ മറ്റുള്ള പാരാമീറ്റേഴ്സ് ഇപ്പോൾ അവർ അവിടെ കൊടുത്തിട്ടുണ്ട് ഫ്രീ സർവീസസ്, എന്തൊക്കെയാണ് അവരുടെ ഫ്രീ സർവീസസ് ഈ അക്കൗണ്ടിൽ വരുന്നത് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. AU സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ ATMിലൂടെ നടക്കുന്ന ആദ്യത്തെ 10 ട്രാൻസാക്ഷനുകൾ ഫ്രീ ആണെന്നുള്ളത് അവർ വ്യക്തമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ക്യാഷ് വിഡ്രോവൽ ചെയ്യുന്നതിന് യാതൊരു ചാർജസ് അവർ ചെയ്യുന്നില്ല. എല്ലാ ബ്രാഞ്ചസിലും ക്യാഷ് വിഡ്രോവൽസ് ഫ്രീ ആണ്. അൺലിമിറ്റഡ് ഓൺലൈൻ പേയ്മെൻറ്റ്സ്, RTS നെഫ്റ്റ്, UPI ആൻഡ് ഇൻട്രാ ബാങ്ക് ഫണ്ട് ട്രാൻസ്ഫേഴ്സ്, അതായത് ഡിജിറ്റലായിട്ട് നമ്മൾ ചെയ്യുന്ന എല്ലാ ഓൺലൈൻ പേയ്മെൻറ്റ്സിനും അവർ യാതൊരു തരത്തിലുള്ള ചാർജും അവർ ചെയ്യുന്നില്ല എന്നുള്ളത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്തൊരു പോയിന്റ് പറയുന്നത് അൺലിമിറ്റഡ് DDs ആണ്. അതായത് AU സ്മോൾ ഫിനാൻസ് ബാങ്ക് എടുക്കുന്ന DDസിനൊക്കെ നമുക്ക് യാതൊരു തരത്തിലുള്ള ചാർജും അവർ ചെയ്യുന്നില്ല. പിന്നെ സ്റ്റോപ്പ് ചെക്ക് ത്രൂ നെറ്റ്, മൊബൈൽ ഫോൺ ബാങ്കിങ് ഒക്കെ നമ്മൾ ചെക്ക് ഇഷ്യൂ ചെയ്തു, അത് സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പേയ്മെൻറ്റോ കാര്യങ്ങളൊക്കെ സ്റ്റോപ്പ് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനും ചാർജസ് ഒന്നും വരുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. ചെക്ക് കളക്ഷനും ക്ലിയറിംഗ്സിനൊന്നും ചാർജ് വരുന്നില്ല എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ AU സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ ATM വഴി നിങ്ങളൊരു ഇടപാട് നടത്തിയത് ഡിക്ലൈൻ ചെയ്തു പോയാൽ അതിനും ചാർജസ് വരുന്നില്ല. ഇപ്പോൾ പല ബാങ്കുകളും അതൊരു ട്രാൻസാക്ഷൻ ആക്കിയിട്ട് അതിന് ചാർജ് ചെയ്യുന്നുണ്ട്. ഇവിടെ ആ ഒരു ചാർജ് ഉണ്ടായിരിക്കുന്നില്ല. AUൻ്റെ അല്ലാത്ത മറ്റുള്ള ബാങ്കുകളുടെ ATMിൽ പോകുകയാണെങ്കിൽ ആദ്യത്തെ 5 ട്രാൻസാക്ഷൻസ് അവർ ഫ്രീ ആയിട്ട് തരുന്നുണ്ട്, പിന്നീട് ചാർജ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ മാസത്തിൽ 1 ലക്ഷം രൂപ വരെയുള്ള ക്യാഷ് ഡെപ്പോസിറ്റ്സിന് അവർ ചാർജ് ചെയ്യുന്നതായിരിക്കില്ല. ബാക്കിയുള്ള ചാർജുകൾ എന്താണെന്നുള്ളത് നമുക്ക് വഴിയെ നോക്കാവുന്നതാണ്. അതിൽ ഇഷ്യൂൻസ് ഓഫ് മന്ത്ലി, ഹാഫ് ഇയർലി ഇമെയിൽ സ്റ്റേറ്റ്മെൻറ്റ്സിനും യാതൊരു തരത്തിലുള്ള ചാർജസും അവർ ചെയ്യുന്നില്ല. ഇനി നമുക്ക് AUൻ്റെ ഡെബിറ്റ് കാർഡ് ഡീറ്റെയിൽസിലേക്ക് പോകാം. എക്സ്ക്ലൂസീവായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ റുപ്പയുടെ പ്ലാറ്റിനം ഡെബിറ്റ് കാർഡാണ് അവർ തരുന്നത്. ഇതിന് ആനുവൽ ചാർജായിട്ട് 200 രൂപയാണ് അവർ കളക്ട് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു AUയുടെ ATMസിൽ 10 തവണ നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം. അതിനുശേഷം 21 രൂപയായിരിക്കും അവർ ചാർജ് ചെയ്യുക. അതർ ബാങ്ക്സിലാണെന്നുണ്ടെങ്കിലും ആദ്യത്തെ 5 ട്രാൻസാക്ഷൻ ഫ്രീ ആണ് ഈ കാർഡിൽ. അതിനുശേഷം 21 രൂപ വെച്ചിട്ട് ക്യാഷ് വിഡ്രോവൽസിനും കാര്യങ്ങൾക്കും ഈടാക്കുന്നതായിരിക്കും. അതുപോലെ ബാലൻസ് ചെക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അതിന് 10 രൂപ വെച്ചിട്ടും അവർ ചാർജ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ ATM ഡിക്ലൈൻസ് ഡ്യൂ ടു ഇൻസഫിഷ്യൻറ്റ് ഫണ്ട്സ്, ഇപ്പോൾ നമ്മൾ അക്കൗണ്ടിൽ പൈസ ഇല്ലാതെ പോയിട്ട് ATM കാർഡ് വെച്ച് വിഡ്രോ ചെയ്യാൻ നോക്കുന്ന സമയത്ത് ആ ട്രാൻസാക്ഷൻ ഫെയിൽ ആവും. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ 25 രൂപ
അവർ ചാർജ് ചെയ്യും. പക്ഷേ അത് AU സ്മോൾ ഫിനാൻസിൻ്റെ ATM വഴിയാണെങ്കിൽ ചാർജ് ചെയ്യില്ല. അതർ ബാങ്ക്സിൻ്റെ ATM വഴി ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ഡിക്ലെയർ സംഭവിക്കുന്നതെങ്കിൽ 25 രൂപ അതിനവർ ചാർജ് ചെയ്യുന്നതായിരിക്കും. ഇനി കാർഡ് നഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പകരം ഒരു കാർഡ് കിട്ടാൻ വേണ്ടിയിട്ട് അതിനും നമ്മൾ 200 രൂപ ഒരു ചാർജായിട്ട് അവർ വാങ്ങുന്നുണ്ട്. ക്യാഷ് ഡെപ്പോസിറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു മാസം 1 ലക്ഷം രൂപ വരെ അവർ ഫ്രീ ആയിട്ട് ചെയ്യുന്നതാണ്. അതിനുശേഷം ഡെപ്പോസിറ്റ് ചെയ്യുന്ന എമൗണ്ടിന് ചാർജ് വരും. 1000 രൂപയ്ക്ക് 4 രൂപ ചാർജ് എന്നുള്ള രീതിയിലാണ് എടുക്കുക. മിനിമം എന്തായാലും 50 രൂപ അവർ ചാർജ് ചെയ്യുന്നതായിരിക്കും. പക്ഷേ ഇത് കുറവാണ്. നമ്മൾ നേരത്തെ HDFC ആക്സിസ് ഒക്കെ നോക്കിയപ്പോൾ 6 രൂപയൊക്കെ ആയിരുന്നു അവർ ചാർജ് ചെയ്തുകൊണ്ടിരുന്നത്. സോ അത് വെച്ച് നോക്കുന്ന സമയത്ത് ഇത് വളരെ കുറവാണ്. RTS ബ്രാഞ്ചസ് വഴി നടത്തുകയാണെന്നുണ്ടെങ്കിൽ 10 രൂപയാണ് ട്രാൻസാക്ഷൻ ചാർജസ് ആയിട്ട് അവരെടുക്കുന്നത്. നെഫ്റ്റിനാണെന്നുണ്ടെങ്കിൽ അപ് ടു 1 ലാക്ക് വരെ 2 രൂപയും 1 ലാക്കിന് മുകളിലാണെങ്കിൽ 10 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. ബ്രാഞ്ച് വഴി ചെയ്യുമ്പോഴാണ്, ഡിജിറ്റൽ വഴി ഫ്രീ ആണെന്നുള്ളത് ഓർക്കേണ്ടതാണ്. IMBS നമ്മൾ ഓൺലൈൻ വഴി ചെയ്യുന്ന സമയത്ത് 10,000 രൂപ വരെയുള്ള IMBSന് 2 രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത്. പിന്നീട് 10,000 തൊട്ട് 1 ലക്ഷം രൂപ വരെയുള്ളതാണെങ്കിൽ 5 രൂപയും 1 ലക്ഷത്തിന് മുകളിലേക്ക് 15 രൂപയാണ് IMBS ചാർജായിട്ട് അവർ ഈടാക്കുന്നത്. അതുപോലെ നമ്മൾ വീട്ടിൽ അവർ വന്നിട്ട് പിക്കപ്പ് ഓർ ഡെലിവറി ഫെസിലിറ്റീസ് ഉണ്ട്. അങ്ങനെ എന്തെങ്കിലും പിക്കപ്പ് ഓർ ഡെലിവറി ഇൻസ്ട്രുമെൻറ്റ്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 100 രൂപയാണ് അവരതിന് ചാർജായിട്ട് ഈടാക്കുന്നത്. അതുപോലെ ക്യാഷ് പിക്കപ്പ് ആൻഡ് ഡെലിവറി ഓപ്ഷൻസ് ഉണ്ട്. അതിന് അവർ സർവീസ് ചാർജ് ഉണ്ട്. 2 ലക്ഷം വരെയാണെങ്കിൽ 750 രൂപയാണ് അവർ ചാർജായിട്ട് ഈടാക്കുന്നത്. 2 ലക്ഷത്തിനും 5 ലക്ഷത്തിനും ഇടയ്ക്കാണെന്നുണ്ടെങ്കിൽ 1200 രൂപയാണ് ചാർജായിട്ട് വരുന്നത്. 5 ലക്ഷത്തിനും 10 ലക്ഷത്തിനും ഇടയ്ക്കാണെന്നുണ്ടെങ്കിൽ 1800 രൂപ ആണ് ചാർജായിട്ട് വരുന്നത്. 10 ലക്ഷത്തിന് മേലെയാണെങ്കിൽ അത് കോൺടാക്ട് ബ്രാഞ്ചാണ്. അതായത് ബ്രാഞ്ചിനനുസരിച്ചിട്ട് ആയിരിക്കും അതിൻ്റെ ചാർജസ് വരിക എന്നുള്ളത് മനസ്സിലാക്കാം. ക്യാൻസലേഷൻ അല്ലെങ്കിൽ റീവാലിഡേഷൻ ഓഫ് DD എടുത്തിട്ട് അത് ക്യാൻസലേഷൻ ചെയ്യാൻ, റീവാലിഡേറ്റ് ചെയ്യാൻ പോവുകയാണെങ്കിൽ 100 രൂപ പെർ DDക്ക് അവർ ചാർജ് ചെയ്യുന്നതായിരിക്കും. അടുത്ത പ്രധാനപ്പെട്ട ചാർജുകളൊന്ന് സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ. നമ്മളിപ്പോൾ ഒരു സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ ഉണ്ട്, ഒരു അക്കൗണ്ടിൽ നിന്ന് മറ്റൊരു അക്കൗണ്ടിലേക്ക് ഇത്ര എമൗണ്ട് എല്ലാ മാസം വെച്ച് പോകണമെന്നൊക്കെ സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ട് അത് ഫെയിലായി പോകുകയാണെന്നുണ്ടെങ്കിൽ 100 രൂപ ചാർജ് വരുന്നതാണ്. അതുപോലെ നമ്മൾ വേറൊരു ബാങ്കിൻ്റെ ചെക്ക് AUവിൽ കൊടുത്തു, പക്ഷേ ആ ചെക്ക് റിട്ടേൺ ആയി എന്തെങ്കിലും കാരണം കൊണ്ട്, അങ്ങനെയാണെങ്കിലും 100 രൂപ വെച്ച് ചാർജ് ചെയ്യുന്നതാണ്. പിന്നെ ഒരു ചെക്ക് സ്റ്റോപ്പ് പേയ്മെൻറ്റ് ചെയ്യാൻ ബ്രാഞ്ച് വഴി നിങ്ങൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ 50 രൂപയാണ് അതിന് ചാർജ് വരുന്നത്. SMS അലേർട്ട് എന്ന് പറയുന്നത് 30 പൈസ പെർ SMS ചാർജ്, മാക്സിമം ക്യാപ് അറ്റ് 15 പെർ ക്വാർട്ടർ. നോൺ മാൻഡേറ്ററി SMS-നാണ് ഈ ഒരു ചാർജ് അവർ പറഞ്ഞിരിക്കുന്നത്. മാൻഡേറ്ററി SMS-ന് ചാർജ് ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സോ ഇതൊക്കെയാണ് AU സ്മോൾ ഫിനാൻസ് ഡിജിറ്റൽ സേവിങ്സ് അക്കൗണ്ടിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സും ബെനിഫിറ്റ്സ് ഒക്കെ. നിങ്ങൾക്കത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ താഴെ കമൻ്റ് ആയിട്ട് ചെയ്യാവുന്നതാണ്, ഞാനതിന് റിപ്ലൈ തരുന്നതുമാണ്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് AU സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ ഈ ഒരു ഡിജിറ്റൽ സേവിങ്സ് അക്കൗണ്ട് എങ്ങനെ ഓൺലൈനായിട്ട് ഓപ്പൺ ചെയ്യാം എന്നുള്ളതാണ്. അത് നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ ഈ ഒരു വീഡിയോയുടെ ലെങ്ത്ത് വളരെയധികം കൂടിപ്പോകുന്നതാണ്. സോ സ്റ്റേ ട്യൂൺഡ്. വീണ്ടും AU സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ അക്കൗണ്ട് ഓപ്പണിംഗ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ഗുഡ് ബൈ.